നമസ്കാരം. എൻ്റെ നാട്ടിലൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ അവർക്ക് രണ്ടാമക്കളാണ്, നല്ല കൂട്ടപ്പന്മാർ. ഇവന്മാർ അഫ്സലായിട്ട് പഠിക്കും, പന്ത് കളി ഒക്കെ ഉള്ള ആൾക്കാരാണ്. ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആഫ്രിക്കയിലാണെന്നാണ് പറഞ്ഞത്. അന്നൊക്കെ നൈജീരിയയിലൊക്കെ നമ്മുടെ ഇന്ത്യൻസ് ഉണ്ട്. ഇയാളെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അന്ന് തന്നെ വലിയൊരു വീടൊക്കെയാണ്, അത്യാവശ്യം സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഈ മക്കളെ നല്ലോണം വളർത്തുന്നുണ്ട്. പക്ഷേ ടീച്ചർ അമിതമായിട്ടുള്ള കാമാസക്തിയാണ്. അവരെ കണ്ണ് കണ്ടാൽ തന്നെ അറിയും. നിറമാണെങ്കിൽ കറുപ്പാണ്, അത്ര ഡാർക്ക് ബ്ലാക്കല്ല, ഇരുനിറം, എണ്ണമയിൽ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരനോട് ഇവർ ചോദിച്ചു, നീ ഏതൊക്കെ വിഷയത്തിലാണ് പഠിക്കാൻ പുറകോട്ടെന്നൊക്കെ ചോദിച്ചു. ഇപ്പം അവരെ കണക്കാണ് ഇവന് ബുദ്ധിമുട്ട്. അത് സാധാരണ മിക്ക കുട്ടികൾക്കും കാണല്ലോ. എന്നാൽ നീ വൈകുന്നേരങ്ങളിൽ വന്നാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാറ്. അപ്പം ഇവന് അത്യാവശ്യം ശരീരപുഷ്ടിയും പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുണ്ട്. അങ്ങനെ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്, ഇവൻ്റെ വീട്. അപ്പോൾ ഒരു 4-4:30 മണിക്കൊക്കെ ഇവർ ഫ്രീയാണ്. ഇവരെ പിള്ളേർ കളിക്കാൻ പോകും, പന്ത് കളിക്കാനൊക്കെ കുറേ പുഴേൻ്റെ അക്കരെ പോയിട്ടൊക്കെയാണ് കളി, ഫാക്ടറി സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ. അപ്പോൾ പിന്നെ ഇവർ രാത്രിയായാലേ വരുള്ളൂ. ഇവനോട് ഒരേ പാഠങ്ങളൊക്കെ എഴുതാനൊക്കെ പറഞ്ഞിട്ട് ഇവർ കുളിമുറി പോയി കുളിച്ച് വരും. ഇത്രയുള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ട് തോർത്ത് കെട്ടും. സാധാ തോർത്ത് കെട്ടിയാൽ തോടെ എത്ര പുറത്ത് കാണുമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്നിട്ട് കുളിച്ച് ഇവൻ്റെ മുന്നിൽ കൂടി പോവും. എന്നിട്ട് പിന്നെ മുണ്ടും ബ്ലൗസും ഇടും. അടിയിലും ഇപ്പോൾ അവിടെയൊന്നും കെട്ടില്ല. സ്കൂൾ വിട്ട് വന്ന ഇവർ സാരി മേലാണ്. പിന്നെ അതേപോലെ തന്നെ പകൽ ഫ്രീ ആണെങ്കിൽ ഇവർ സാരി കൊടുക്കുള്ളൂ. വൈകുന്നേരത്തെ കുളി കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ മാറി. അപ്പം ഇവനോട് എങ്ങനെ ഹെഡ് ചെയ്യണം? അപ്പോൾ ഇവനെ ഓരോന്നെ കാണിച്ചു കൊടുത്ത് ഇവനെ ഇവർ വാച്ച് ചെയ്യണം. പിന്നെ ഇതിൽ താല്പര്യം ഉണ്ടാകും. നോക്കുമ്പോഴൊക്കെ ഇവനെപ്പോഴും ആവശ്യമില്ലാത്തടത്തോടൊക്കെ നോക്കണുണ്ട്. അപ്പോൾ ഇവനെ കിട്ടുമെന്ന് മനസ്സിലായി അവർക്ക്. ദിവസങ്ങൾ കടന്നു പോകുന്നതോറും ടീച്ചറിന് ക്ഷമയില്ല. ടീച്ചർ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിനക്ക് പ്രായപൂർത്തിയായെന്ന്. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. സ്ത്രീകൾക്കൊക്കെ ആവൂല, പെൺകുട്ടികൾക്ക്, അതേപോലെ നിനക്കായിട്ടുണ്ടോ? അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പം നീ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല ചോദിച്ചു. അന്ന് ഈ സ്വയംഭോഗം എന്നുള്ള വാക്കൊക്കെ വല്ലാണ്ട് പ്രചാരത്തിലില്ല. എന്ത് ചെയ്ത് നോക്കണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, നിനക്ക് ബയോളജി 8-ലൊക്കെ നീ പഠിച്ചിട്ടില്ലേ, ശുക്ലം ഉണ്ടായിട്ടുണ്ടോ, അതിനുള്ള മെച്ചൂരിറ്റി നിനക്കായോ എന്നാണ് ഞാൻ ചോദിക്കണത്. അതെങ്ങനെ അറിയുമോ ചോദിച്ചു. അപ്പം നീ കയ്യും കൊണ്ടൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല ചോദിച്ചു. പറഞ്ഞു, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി, പക്ഷേ അത് ഒന്നും എനിക്ക് വികാരമൊന്നും ഇതായില്ല. ഇവന് റിപ്ലൈ കൊടുക്കാൻ തന്നെ ഭയങ്കര സങ്കോചം. കാരണം ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവനെ കൈ കൊണ്ട് ആക്കി നോക്കിയിട്ടേ ഇതൊന്നും ഇറക്റ്റായും കൂടി ഇല്ല. അപ്പം ഞാനാണ് പറഞ്ഞു കൊടുത്തത്, മനസ്സിലിങ്ങനെ പെണ്ണുങ്ങളെ കളിക്കണമൊക്കെ വിചാരിക്കണം, എന്നാലാണ് ഇതൊക്കെ കമ്പിയാവുള്ളൂ, എന്നിട്ട് അടിച്ചാലാണ് വരുള്ളൂ. പക്ഷേ ഇവനെ ശ്രമിച്ചിട്ട് ഫെയിലിയറായിട്ട് നടക്കുന്ന ടൈമാണ്. അതിന് ഈ ടീച്ചർ ഇവനോട് പറഞ്ഞു, നീ ഒന്ന് എണീക്ക് പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ പറഞ്ഞു. കാരണം ടീച്ചറെ മനസ്സിലായി ഇവനെ അങ്ങോട്ട് ഹെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കൂല എന്ന്. പക്ഷേ ഇവന് താല്പര്യം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവനാ പൊതുവേ അധികം മിണ്ടാത്ത ആളാണ്. അപ്പോൾ രഹസ്യം സൂക്ഷിക്കുക, ആരോടും ഇങ്ങനെ കൂടുതൽ കമ്പനിക്ക് പോകാത്ത പയ്യനാണ്. അതിൽ ഇവൻ്റെ മുണ്ടഴിച്ച് ഇവർ ഈ വള്ളി കെട്ടുന്ന ഷഡ്ഡിയാണെന്ന്, ബനിയാൻകുളത്തിൻ്റെ. അന്ന് അതൊക്കെയാണ് പ്രചാരം, ഇപ്പോഴത്തെ പോലെയല്ല. ഈ ഷഡ്ഡീൻ്റെ സൈഡിൽ കൂടി ഇത് പുറത്തെടുക്കാൻ ടീച്ചർ ശ്രമിക്കുമ്പോൾ ഇതെങ്ങനെ കിട്ടണം, ഇത് ടെമ്പറായി നിൽക്കല്ലേ. പിന്നെ ആ വള്ളി അയച്ച് പുറത്തെടുത്ത് ഇവർ ചോദിക്കണടാ, ഇത്രയും വലിയ മുതലുണ്ടായിട്ടാണ് ഇങ്ങനെ പൂച്ചനെ പോലെ നടക്കണത്, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണല്ലോ പറയും. ഇതുപോലെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കൽ തുടങ്ങി. അപ്പോൾ ഇപ്പം നല്ല ഇതായി. അതിലിവർ മുത്തം കൊടുത്ത് ഇവനോട് പറഞ്ഞ്, നീ ആരോടും പറയരുത്, നിനക്കെല്ലാം ഞാൻ പഠിപ്പിച്ച് തരാറ്, നിനക്ക് ഇഷ്ടമാണ് ചേച്ചി. അപ്പോൾ ഇഷ്ടമാണ്, പേടിയുമാണ് പറയും. പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ തന്നെ മിക്ക കുട്ടികളും ഒക്കെ അങ്ങനെ ചെയ്യലൊക്കെ ഉണ്ട്, ആൻറ്റിമാരെയൊക്കെ. നീ എൻ്റെ ടീച്ചറാണെന്ന് വിചാരിച്ച് നീ പേടിക്കൊന്നും വേണ്ട, ഒരു ജീവി അറിയില്ല പറയും. ബെഡ്റൂമിൽ കൊണ്ടുപോയി
പിന്നെ ഡ്രസ്സൊന്നും അല്ലാണ്ട് ഊരാനില്ലല്ലോ, ആകെ ഒരു മുണ്ടല്ലേ. ഫസ്റ്റ് ദിവസം ഒന്നും ചെയ്യിച്ചില്ല, കയറ്റി അടിപ്പിച്ചു. കാരണം ഇവന് കൊതി, ആ ത്രില്ലൊന്ന് വരുത്തിയെടുക്കണം, എന്നാൽ പിന്നെ ഇവൻ എന്തും ചെയ്തോളും. പക്ഷേ ഈ ടീച്ചറിന് ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ പ്രായക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒന്നും അവർക്ക് പറ്റില്ല. അവർക്ക് ഈ ഏജുകാരെ തന്നെ വേണം. ഏത് ടീനേജ് കഴിഞ്ഞ് ഒരു 18 ആ റേഞ്ചിലുള്ളവന്മാരൊക്കെ. കാരണം ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് ദിവസം വെച്ച് ശരിയാക്കിച്ച് വിട്ടു. പിന്നെ ടീച്ചർ തനിനിറം എടുക്കലും തുടങ്ങി, ഇവനെ കൊണ്ട് നാവും കൊണ്ട് ആക്കിക്കലും എല്ലാം ചെയ്യിക്കും. ടീച്ചർ ഇവനെ ശരിക്കും മാത്സ് മാത്രമല്ല പഠിപ്പിച്ചത്, കണക്കും അതിൻ്റെ ഒപ്പം സെക്സും പഠിപ്പിച്ചു. അസൽ കളിക്കാരനാക്കി മാറ്റി. കാരണം ഇവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്, അധികം തടിയില്ല, എന്നാൽ എല്ലാ അത്യാവശ്യത്തിനുണ്ട്. ഇരുനിറം. ഞാനൊക്കെ കൊതിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് നേക്കഡായിട്ട് കാണാൻ. നമ്മളൊക്കെ അതിനൊക്കെ ആലോചിച്ച് വരുന്നതൊക്കെ കൊടുത്ത് ഇവന് നല്ല ഭാഗ്യവാനാണ്. അല്ല, ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാനും പുറകോട്ടല്ല, പക്ഷേ വർഷങ്ങളോളം അവന് ഇവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീക്ക് അതില്ലാണ്ട് പറ്റില്ല. ടീച്ചറാണ്, കുട്ടികളെ പഠിപ്പിക്കണം, അധ്യാപിക എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന് ഇത് തന്നെ വേണം. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഞാനീ പറയുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും അവിഹിതം. നമസ്കാരം.